നമസ്കാരം. യൂട്യൂബറും എക്സ് മുസ്ലിമും TV പാനലിസ്റ്റുമായ സലീം വസ്തികിനെ ഗാസിയാബാദിലെ ലോണിയിലുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറി അക്രമികൾ കുത്തിപ്പരിക്കേൽപ്പിച്ചു. 2 പേർ ചേർന്നാണ് അദ്ദേഹത്തെ ക്രൂരമായി കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ഉത്തർപ്രദേശിലെ ലോണി ഏരിയയിലുള്ള അശോക് വിഹാർ കോളനിയിലെ വസതിയിൽ വെച്ചാണ് അദ്ദേഹത്തിന് നേരെ ആക്രമണമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വസ്തികിന് കുത്തേറ്റതിനെ തുടർന്ന് ഗാസിയാബാദിന്റെ ചില ഭാഗങ്ങളിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നാണ് വിവരം. ഇസ്ലാമിക പാരമ്പര്യങ്ങളിലെയും ആചാരങ്ങളിലെയും തീവ്ര നിലപാടുകളെ പരസ്യമായി വിമർശിച്ചിരുന്ന വ്യക്തിയാണ് സലീം വസ്തിക്. ഭൂരിഭാഗം മുൻ മുസ്ലിങ്ങളും തങ്ങളുടെ വ്യക്തിത്വം വെളിപ്പെടുത്താതെ ജീവിക്കുമ്പോൾ 2 യൂട്യൂബ് ചാനലുകളിലൂടെയും ടെലിവിഷൻ ചർച്ചകളിലൂടെയും തന്റെ നിലപാടുകൾ സധൈര്യം വിളിച്ചു പറഞ്ഞിരുന്ന വസ്തികിന് നേരെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ആക്രമണം നടന്നത്. മതപരവും സാമൂഹികവുമായ വിഷയങ്ങളിൽ തന്റെ നിലപാടുകൾ തുറന്നു പറയുന്നതിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. ഇസ്ലാം മതത്തെയും മുസ്ലിം സമുദായത്തിലെ ചില ആചാരങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളുടെ പേരിൽ വസ്തിക് നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നിരവധി ടെലിവിഷൻ പരിപാടികളിലും യൂട്യൂബ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. വർഷങ്ങളായി ശക്തവും പലപ്പോഴും വിവാദപരവുമായ അഭിപ്രായങ്ങളും അദ്ദേഹം പങ്കുവച്ചിരുന്നു. 2 യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന അദ്ദേഹം 179ഓളം വീഡിയോകളും അപ്ലോഡ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന ചാനലിന് 28,000-ലധികം സബ്സ്ക്രൈബർമാരുമുണ്ട്. യൂട്യൂബിന് പുറമെ മതത്തെയും സമകാലിക കാര്യങ്ങളെയും കുറിച്ചും ചർച്ച ചെയ്യുന്ന TV വാർത്താ സംവാദങ്ങളിലും അദ്ദേഹം പതിവായി പ്രത്യക്ഷപ്പെടാറുണ്ട്. താനൊരു എക്സ് മുസ്ലിം അഥവാ ഇസ്ലാം മതം ഉപേക്ഷിച്ച വ്യക്തിയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതിലൂടെയും ഇസ്ലാമിനെ വിമർശിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചതിലൂടെയും വസ്തിക് അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ തുറന്ന പറച്ചിലുകളെ ചിലർ പിന്തുണയ്ക്കുമ്പോൾ മറ്റു ചിലർ ശക്തമായി തന്നെ എതിർത്തു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കങ്ങൾക്കും കാരണമായിരുന്നു. പോലീസ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഇന്ന് രാവിലെയായിരുന്നു അദ്ദേഹത്തിന് നേരെ ആക്രമണം നടന്നത്. ഇരുചക്ര വാഹനത്തിലെത്തിയ 2 പേരാണ് സലീം വസ്തികിന്റെ വീട്ടിലെത്തിയത്. 2 പേരും ഹെൽമെറ്റ് ധരിച്ചിരുന്നതിനാൽ അവരുടെ മുഖം വ്യക്തമായി കാണാൻ ആർക്കും സാധിച്ചിരുന്നില്ല. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ അക്രമികൾ അദ്ദേഹത്തിന്റെ കഴുത്തിലും വയറ്റിലുമായി പലതവണ കുത്തുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം ഇവർ വേഗത്തിൽ തന്നെ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. നിലവിളി കേട്ടെത്തിയ അയൽവാസികളാണ് അദ്ദേഹത്തെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ പരിക്കുകൾ അതീവ ഗുരുതരമായതിനാൽ ഡോക്ടർമാർ അദ്ദേഹത്തെ ഡൽഹിയിലെ ഗുരു തേജ് ബഹാദൂർ ആശുപത്രിയിലേക്ക് മാറ്റി. അദ്ദേഹത്തിന്റെ നിലവിൽ അതീവ ഗുരുതരമായി തുടരുകയാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ലോണി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അക്രമികളെ തിരിച്ചറിയുന്നതിനായി സമീപത്തെ തെരുവുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. പ്രതികളെ കണ്ടെത്തുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തിനും രൂപം നൽകിയിട്ടുണ്ട്. കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനായി അശോക് വിഹാർ കോളനി പരിസരത്തും സുരക്ഷ ശക്തമാക്കി. ആക്രമണത്തിന്റെ കാരണത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഊഹാപോഹങ്ങളും ഓൺലൈനിൽ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. വസ്തികിന്റെ മകൻ ഉസ്മാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അക്രമത്തിന് ഉപയോഗിച്ച വാഹനത്തിലുണ്ടായിരുന്ന തിരിച്ചറിയാത്ത 2 പേർക്ക് പുറമെ അഷ്ഫാഖ് സോനു, ഷാറുഖ് നേത, ഭാട്ടി ബിൽഡർ, പ്രാദേശിക AIMIM നേതാവ് അസ്ഗർ എന്നിവരുടെ പേരുകളും പരാതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. തന്റെ പിതാവിനെതിരെയുള്ള ആക്രമണം ആസൂത്രണം ചെയ്തത് ഈ വ്യക്തികളാണെന്നാണ് മകൻ ഉസ്മാൻ ആരോപിക്കുന്നത്. വസ്തികിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഓൺലൈനിൽ പല വിധത്തിലുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത്. ഒഫീഷ്യൽ M3HDI എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അവകാശപ്പെടുന്ന ചില വിവരങ്ങളും ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട്. മുസ്ലിം ആർമി എന്ന സ്വകാര്യ ഗ്രൂപ്പിൽ ഈ അക്കൗണ്ട് ഉടമ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായും സംഭവത്തിന്റെ വീഡിയോയെക്കുറിച്ച് പരാമർശിച്ചതായും പറയപ്പെടുന്ന സന്ദേശങ്ങളിൽ നിന്നാണ് ഈ ആരോപണങ്ങൾ ഉയർന്നത്. അതേസമയം ഇത്തരമൊരു അക്കൗണ്ട് നിലവിലുണ്ടെങ്കിലും ആ ഗ്രൂപ്പിൻ്റെ അതിൽ വന്ന സന്ദേശങ്ങളുടെ വിശ്വാസ്യത സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഈ അക്കൗണ്ടിന് ആക്രമണവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതായി പോലീസും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. സലീം വസ്തികിന്റെ പരസ്യമായ നിലപാടുകളും മതവിമർശനങ്ങളുമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പല വ്യക്തികളും സംഘടനകളും ആരോപിക്കുന്നത്. എന്നാൽ അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സാധ്യമായ എല്ലാ വശങ്ങളും പരിശോധിച്ചു വരികയാണെന്നും അവർ പറഞ്ഞു. നിലവിൽ അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും ഈ ക്രൂരമായ ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമല്ലെന്നും പോലീസ് പറഞ്ഞു. കിംവദന്തികൾ പ്രചരിപ്പിക്കരുതെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നും അധികൃതർ പൊതുജനങ്ങളോടും അഭ്യർത്ഥിച്ചു.